ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇത് ഞങ്ങളുടെ ഒരു രാത്രിയിലത്തെ ഒരു കുറച്ച് സമയത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ടും ഒന്ന് കാണാൻ ശ്രമിക്കുക, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇത് കുറച്ച് ദിവസം മുമ്പുള്ള വീഡിയോയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ ആണ്. എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് വൈകി. എനിക്ക് ഒട്ടും വയ്യാത്ത ഒരു ദിവസത്തെ ഒരു വീഡിയോ ആണ് ഇത്. ശ്വാസം മുട്ടലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. തലേ ദിവസം മരുന്ന് കഴിച്ച് കിടന്നിട്ട് പിന്നെ രാവിലെ എഴുന്നേൽക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഏകദേശം അത്യാവശ്യം സമയമായി. പിന്നെ അന്നത്തെ ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ദിവസം പകൽ സമയത്ത് നമ്മൾ വല്ലാണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ചെറുതായിട്ടൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. അപ്പം രാത്രി ആയപ്പോൾ ഇക്ക പറഞ്ഞു എന്നാൽ നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മുടെ സൊമാറ്റോ ഒന്നും കിട്ടൂല കേട്ടോ. കാരണം അത്യാവശ്യം ഒരു റൂറൽ ഏരിയ പോലെയാണ്. അതുകൊണ്ട് തന്നെ സൊമാറ്റോ ഒന്നും ഇവിടെ അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ ഒരു കടയിൽ നിന്നാണ് വിളിച്ച് അന്വേഷിച്ച് അവർക്ക് ഡെലിവറി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് അവർ ഫുഡ്ബി എന്ന് പറയുന്ന ആപ്പിനെ കുറിച്ച് പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം അതുവഴി ഇവിടെ നിലമ്പൂരിൽ നിന്നുള്ള ഡെലിവറിയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ നിലമ്പൂരിൽ നിന്നുള്ള ഒരു കടയിൽ നിന്ന് ഓർഡർ ചെയ്തത് കേട്ടോ. നമ്മൾ സാധനം വീട്ടിലെത്തിയപ്പോഴേ ഇക്ക മോളും പ്ലേറ്റ് ഇട്ട് ഇരിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. പ്ലേറ്റ് ഇട്ട് ഇരിക്കുക മാത്രമല്ല, പ്ലേറ്റ് വെച്ചിട്ട് വണ്ടിയും വിടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസം നമ്മൾ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ നെയ്ച്ചോറും ബീഫ് വരട്ടിയതും ചിക്കൻ ഫ്രൈയും കൂടി ഒരു കോംബോ, പിന്നെ നമ്മുടെ ചിക്കൻ 65 ഗ്രേവിയും ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈയും കൂടിയുള്ള ഒരു കോംബോ. അങ്ങനെ 2 കോംബോ ആണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. നമ്മൾ 3 പേരല്ലേ ഉള്ളൂ, അത് മതി നമുക്ക് കഴിക്കാനായിട്ട്. ഒത്തിരി ഫുഡ് മേടിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നാളത്തേക്കും കൂടി എടുത്തു വെക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ മേടിച്ചിട്ട് അത് കഴിക്കുകയാണ്. അപ്പോൾ 2 ഫുഡും 3 പേരും കൂടി ഷെയർ ചെയ്തിട്ട് എല്ലാതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും അറിയണമല്ലോ, അങ്ങനെ കേട്ടോ കഴിക്കുന്നത്. പച്ചക്കറി കഴിക്കണം, വെജിറ്റബിൾസ് കഴിക്കുമ്പോഴാണ് വലിയ കുട്ടിയാവുക കേട്ടോ. ഫ്രൈഡ് റൈസ് മോൾക്ക് കൊടുക്കുന്ന സമയത്ത് പച്ചക്കറി എനിക്ക് വേണ്ട, ഞാൻ കഴിക്കൂല എന്നൊക്കെ പറഞ്ഞെങ്കിലും പച്ചക്കറി കഴിച്ചാലേ വളരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് കൊടുത്തേക്കും കേട്ടോ. അപ്പോൾ ആള് ആദ്യമൊക്കെ കുറേശ്ശെ ഫ്രൈഡ് റൈസ് കഴിച്ചു. പിന്നെ ഫ്രൈഡ് റൈസ് വേണ്ടാന്നും പറഞ്ഞങ്ങ് ഒഴിവാക്കിയിട്ട് ആള് ചിക്കൻ ഫ്രൈ മാത്രമാണ് അന്ന് രാത്രി കഴിച്ചത് കേട്ടോ. വേറെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. വേറെ എന്തോ കൊടുത്തിട്ടോ അവൾക്ക് വേണ്ടായിരുന്നു. ആ ചിക്കൻ മാത്രം അങ്ങ് കഴിച്ചു. പിന്നെ ഇക്കയും ഞാനും കൂടി നെയ്ച്ചോറും പിന്നെ ഫ്രൈഡ് റൈസും ഷെയർ ചെയ്ത് കഴിച്ചു. നെയ്ച്ചോറെന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. പക്ഷെ ബാക്കിയുള്ള ഫുഡൊക്കെ നല്ലതായിരുന്നേ. കാരണം ഫ്രൈഡ് റൈസും ഒക്കെ നല്ല സൂപ്പർ ടേസ്റ്റും ആയിരുന്നു. കറക്റ്റ് പരുവത്തിന് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അതുപോലെ തന്നെ ചിക്കൻ വറുത്തതാണെങ്കിലും ഒക്കെ നല്ല സോഫ്റ്റും ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്രയും സോഫ്റ്റ് ആയിരിക്കുന്നതുകൊണ്ടാണ് നേഹമോള് ചിക്കൻ ഫ്രൈ കഴിക്കുന്നത്. ഇങ്ങനെ ഭയങ്കര എന്താ പറയുക, ക്രഞ്ചി ആയിട്ടിരിക്കുന്ന ക്രിസ്പി ആയിട്ടിരിക്കുന്ന ചിക്കൻ ഫ്രൈ ഒന്നും അവൾ കഴിക്കില്ല കേട്ടോ. അകവശം സോഫ്റ്റ് ആണെങ്കിൽ മാത്രമേ അവൾ കഴിക്കുകയുള്ളൂ. പിന്നെ ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ കഴിക്കത്തുള്ളൂ, ഇക്കയും കഴിക്കില്ല. ഞാനും വല്ലപ്പോഴേ കഴിക്കാറുള്ളൂ, എനിക്ക് വയറുവേദനയൊക്കെ വരുന്നത് കൊണ്ട്. അപ്പം ഇങ്ങനെ വല്ലപ്പോഴും എവിടെയെങ്കിലും മേടിക്കുമ്പോഴൊക്കെ കഴിക്കാമെന്നല്ലാതെ നമ്മൾ വാങ്ങിച്ചിട്ട് കുക്ക് ചെയ്യാറൊന്നും ഇല്ല കേട്ടോ. കാരണം ഇവിടെ ആരും കഴിക്കാത്തതുകൊണ്ട് അങ്ങനെ മേടിക്കാറില്ല ഇവിടെ. ബീഫ് ഫ്രൈയും ഭയങ്കര എരിയും ഒക്കെ ആയിരുന്നു, ടേസ്റ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബാക്കി ഫുഡൊക്കെ നല്ലതായിരുന്നു. ചിക്കൻ ആണെങ്കിൽ ചില്ലിയുടെ ഒക്കെ നല്ല സോഫ്റ്റ് അല്ലേ. മീൻ ഫ്രൈ പോലെ പക്ഷെ നല്ല സോഫ്റ്റ്. ഇച്ചിരി എരിയുണ്ടല്ലേ, ഇഷ്ടമായി. പക്ഷെ ഇച്ചിരി എരി കൊടുക്കും. ചൈനീസ് എരി ഉണ്ടാകത്തില്ലല്ലോ. ചിക്കൻ ഫ്രൈ സോഫ്റ്റ് അല്ലേ.
അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഡിന്നർ ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു പോയി കേട്ടോ. നമുക്കറിയത്തില്ലായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു ഡെലിവറി ആപ്പ് ഉണ്ടെന്നും ഫുഡ് ഇങ്ങനെ ഡെലിവറി ചെയ്യുന്നൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്ന് താമസം തുടങ്ങിയ സമയത്ത് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ഇതുപോലെ എനിക്ക് ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒട്ടും എഴുന്നേറ്റ് നിൽക്കാനൊന്നും പറ്റാതെ എന്താ പറയുക, ഒത്തിരി വീക്കായി പോയൊരു ദിവസം നേരിട്ട് അന്ന് 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നേരിട്ട് അങ്ങ് ഹോസ്പിറ്റലിൽ പോയി കേട്ടോ. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ഞായറാഴ്ചയായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ തൊട്ടടുത്തുള്ള ഹോട്ടലുകളൊക്കെ ഒഴിവുള്ളൊരു ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് ഫുഡൊന്നും കിട്ടാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. നമുക്കറിയത്തുമില്ല ഇങ്ങനെ ഫുഡ് ബി എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ടെന്നൊന്നും. അങ്ങനെ ഒരു ദിവസം മോള് എനിക്ക് ഹോസ്പിറ്റലിൽ ചെന്ന ഉടനെ തന്നെ ഡ്രിപ്പ് ഇട്ടു. അന്ന് 1 മണിയൊക്കെ ആയി ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് പോരുന്ന സമയത്ത്. ഇവിടുത്തെ അടുത്തുള്ള ചെറിയൊരു ക്ലിനിക്കാണ്. ഡ്രിപ്പ് ഇട്ടിട്ടൊന്നും ശരിയാകുന്നൊന്നും ഇല്ലായിരുന്നു. അന്ന് ECG എടുത്ത് നോക്കി. ECGയിൽ ഹാർട്ട് ബീറ്റൊക്കെ ഭയങ്കര ഹൈ ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഉച്ചവരെ എന്തായാലും ഹോസ്പിറ്റലിൽ ഇരുന്നു. അന്ന് ഉച്ചയ്ക്ക് 1 മണി വരെ എൻ്റെ കുഞ്ഞ് രാവിലെ എഴുന്നേറ്റതുപോലെ ഒന്നും കഴിക്കാണ്ടിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ദിവസവും കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ അറിയാലോ, ഇക്കാക്ക് നമ്മൾ വന്ന ഉടനെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് ആരെയും പരിചയമില്ല, ഡ്രൈവർമാരെ പരിചയമില്ല. ഇക്കാക്കാണെങ്കിൽ ഇറങ്ങിപ്പോയിട്ട് ഒറ്റയ്ക്ക് പോയിട്ട് മേടിച്ചുകൊണ്ട് വരാനും പറ്റത്തില്ലല്ലോ. ഞാൻ കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെ പോകുന്നല്ലാതെ. അറിയുന്നിടമൊക്കെ ആണെങ്കിൽ ഇക്ക പോയിക്കോളും. അന്ന് എന്ന് പറഞ്ഞാൽ ഇക്കാക്ക് അറിയത്തുമില്ല. അന്ന് അങ്ങനെ മോള് ഒരു 1 മണി വരെയൊക്കെ അങ്ങനെ ഒന്നും കഴിക്കാതിരുന്നു കേട്ടോ. ഭയങ്കര വിഷമമായിരുന്നു എനിക്ക്. കാരണം എന്നെക്കൊണ്ടൊന്നും ചെയ്യാനും പറ്റുന്നില്ല. കുഞ്ഞ് വിശന്നിങ്ങനെ ഇരിക്കുന്നത് കാണുമ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതിപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ആപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി വയ്യാതായി കഴിഞ്ഞാലും കുഞ്ഞു വയ്ക്കാൻ പട്ടിണിയാവത്തില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് നമ്മുടെ സപ്പോർട്ട് കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.